നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ചേലക്കര പിടിക്കുമെന്നത് UDFന്റെ അതിമോഹമാണെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMനെ കുഴിച്ചുമൂടുമെന്ന് VD സതീശൻ. ചിറ്റൂരിലെ കോൺഗ്രസ് നേതാവിനെ സ്പിരിറ്റുമായി പിടിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ MV രാജേഷ്. പതിവ് തെറ്റിക്കാതെ മുക്കുടി നിവേദനവുമായി കുമരനെല്ലൂരിലെ കുട്ടഞ്ചേരി മൂസ് കുടുംബം ഭരതഭഗവാന് മുന്നിൽ. എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇനിയും ഈ ദുരന്തം എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ചേലക്കരയിൽ AK ബാലന് മത്സരിക്കാൻ വേണ്ടിയാണ് K രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചതെന്ന് PV അൻവർ. വാർത്തകൾ വിശദമായി. ചേലക്കര പിടിക്കുമെന്നത് UDFന്റെ അതിമോഹമാണെന്ന് പിണറായി വിജയൻ. ചേലക്കര പിടിക്കുമെന്നത് UDFന്റെ അതിമോഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കര മണ്ഡലത്തിൽ കൊണ്ടാഴിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വർഗീയത അഴിച്ചുവിടുകയാണ്. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്തൊരു മണ്ഡലത്തില് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു. ഇപ്പൊ നമ്മൾ ഡീലിനെ കുറിച്ച് കേൾക്കുന്നില്ലേ? ആ ഡീൽ അവിടെ നടന്നു. അതിന്റെ ഫലമായി നേമത്തെ കോൺഗ്രസിന്റെ വോട്ട് നല്ലൊരു ഭാഗം കാണാനില്ല. BJP ജയിച്ചു വന്നു. ഇതാണ് സംഭവിച്ചത്. ഇത് പല ഘട്ടങ്ങളിൽ വിജയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചിലതെല്ലാം പുറത്തായി പോയപ്പോ പുറത്തായതോടെ ആ പണി പാളിപ്പോയി. ഇത് രഹസ്യമാക്കി തന്നെ അവർക്ക് ഒപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജയിച്ചു വരാൻ കഴിയും. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പല ഘട്ടങ്ങളിലായി BJPയും കോൺഗ്രസും നടത്തിയിട്ടുണ്ട് എന്ന അനുഭവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂര് BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്ന നിലയുണ്ടായി. BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോൾ നമ്മൾ ആ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. 2019 അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 2019 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടില് 87,000-ഓളം വോട്ട് കാണാനില്ല. 2024 എന്നാൽ അമിത്ഷായുടെ സംവരണ പരാമർശത്തിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വിവിധ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. സംഘപരിവാർ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്നവരാണ് ക്രൈസ്തവർ. ഇരയായവരെ കൂടുതൽ പീഡിപ്പിക്കുന്ന നിലപാടും ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നിലപാടുമാണ് രാജ്യം ഭരിക്കുന്നവരുടേത്. ആക്രമണം നടത്തുന്നവരെ BJP മഹത്വവത്കരിക്കുന്നു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വേണം അമിത്ഷാ പറഞ്ഞതിനെ കാണാൻ. BJP ഭരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കില്ല എന്നാണ് നിലപാട്. BJP വെറുപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തിലും വർഗീയ ലഹളകൾ, ആക്രമണങ്ങൾ എന്നിവ നടക്കുന്നു. വ്യത്യസ്തമായി നിൽക്കുന്നത് കേരളം മാത്രമാണ്. ഇന്ത്യ രാജ്യത്ത് ക്രമസമാധാനം ഏറ്റവും മികച്ചത് കേരളത്തിലാണ്. ഇത് എല്ലാവരും സമ്മതിക്കുന്നു. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം കേരളമാണ്. കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയാണ് നടപടികൾ എടുക്കുന്നത്. വർഗീയത സംസ്ഥാനത്ത് 2 തരത്തിലുണ്ട്: ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMനെ കുഴിച്ചുമൂടുമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMനെ കുഴിച്ചുമൂടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കി BJPയെ ജയിപ്പിച്ചതിന്റെ ജാള്യതയിലാണ് മുഖ്യമന്ത്രി UDFനെ കുറ്റപ്പെടുത്തുന്നത്. പാലക്കാട്ടെ പെട്ടി വലിച്ചെറിഞ്ഞ് CPM ഓടിയെന്നും സതീശൻ പരിഹസിച്ചു. പാലക്കാട് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നും സതീശൻ പറഞ്ഞു. CPMന്റെ അവസാന മുഖ്യമന്ത്രിയാകും പിണറായി. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര പിടിക്കുമെന്നും സതീശൻ അവകാശപ്പെട്ടു.
സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അപ്രധാനമായ കാര്യങ്ങൾ CPM കൊണ്ടുവരുന്നതെന്ന് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CPM കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി. മന്ത്രി MP രാജേഷും അളിയനും ചേർന്നൊരുക്കിയ തിരക്കഥയായിരുന്നു പാതിരാ നാടകമെന്ന് എല്ലാവർക്കും ബോധ്യമായെന്ന് VD സതീശൻ പറഞ്ഞു. മുൻ MPയും മുതിർന്ന CPM നേതാവുമായ കൃഷ്ണദാസ് തന്നെയാണ് പെട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും പെട്ടി ദൂരേക്ക് വലിച്ചെറിയുമെന്നും പറഞ്ഞത്. പെട്ടി ചർച്ച ചെയ്യാൻ വന്നവർക്ക് തന്നെ പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. സ്വയം പരിഹാസരായി നിൽക്കുകയാണ് CPM നേതാക്കൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങൾ മാറ്റാൻ UDF അനുവദിക്കില്ല. ഖജനാവ് കാലിയാക്കി എല്ലാ രംഗത്തും ജനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ച് കേരളത്തെ തകർത്തു കളഞ്ഞ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളാകും UDF വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. സർക്കാരിനെതിരെ അതിശക്തമായ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന റിപ്പോർട്ടാണ് പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുർഭരണമാണ് പിണറായി സർക്കാരിൻ്റേത്. കുടുംബയോഗങ്ങളിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കിടയിലും സർക്കാരിനെതിരെ അതിശക്തമായ വികാരമാണ് നിലനിൽക്കുന്നത്. BJP CPM ബന്ധവും എല്ലാവർക്കും മനസ്സിലായെന്ന് VD സതീശൻ ആരോപിച്ചു. ചിറ്റൂരിലെ കോൺഗ്രസ് നേതാവിനെ സ്പിരിറ്റുമായി പിടിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ MV രാജേഷ്. ചിറ്റൂരിലെ കോൺഗ്രസ് നേതാവിനെ സ്പിരിറ്റുമായി പിടിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മന്ത്രി MP രാജേഷ്. ഇതും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അതോ ഇതും CPIM ഗൂഢാലോചനയാണോ? കള്ളപ്പണം കൊണ്ടുവന്നതിന് പിറകെ വ്യാജമദ്യം ഒഴുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചവർക്ക് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ എന്തു പ്രയാസമെന്നായിരുന്നു മന്ത്രി MP രാജേഷ് രാഹുലിന്റെ പ്രചാരണ വീഡിയോ പത്തനംതിട്ട CPIM ഫേസ്ബുക്ക് പേജിൽ വന്ന സംഭവത്തിൽ നടത്തിയ പ്രതികരണം. പത്തനംതിട്ടയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ പ്രഭവ കേന്ദ്രം. ഈ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കള്ളവോട്ട് ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പതിവ് തെറ്റിക്കാതെ മുക്കുടി നിവേദ്യവുമായി കുമരനെല്ലൂരിലെ കുട്ടഞ്ചേരി മൂസ് കുടുംബം ഭരതഭഗവാന് മുന്നിൽ. കൂടൽമാണിക്യത്തപ്പനെ നിവേദിക്കാനുള്ള മുക്കിടി നിവേദ്യത്തിന് മുടക്കം വരുത്താതെ കുമരനെല്ലൂരിലെ കുട്ടഞ്ചേരി മൂസ് കുടുംബം. ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രത്തിലെ ഭരതഭഗവാനെ മുക്കിടി നിവേദിക്കാനാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത കുമരനെല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും മുടങ്ങാതെ മുക്കിടി എത്തിക്കുന്നത്. കുമരനെല്ലൂർ കുട്ടഞ്ചേരി മൂസ് കുടുംബമാണ് പരമ്പരാഗതമായി ഈ ചടങ്ങ് നടത്തിവരുന്നത്. ഇക്കുറി കുട്ടഞ്ചേരി അനൂപ് മൂസാണ് ഭഗവാനെ മുക്കിടി സമർപ്പിച്ചത്. അഷ്ടവൈദ്യ പരമ്പരയിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമഹിമയെക്കുറിച്ച് മൂസ് കുടുംബത്തിലെ താഴ്വഴിയിൽപ്പെട്ട കുമരനെല്ലൂർ കുട്ടഞ്ചേരി ദുർഗ പറയുന്നത് ഇങ്ങനെ. കേരളത്തിലെ പ്രശസ്തമായ ഭരതക്ഷേത്രമായിട്ടുള്ള ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് മുക്കുടി നിവേദ്യം. ഇത് നടക്കാറുള്ളത് തുലാമാസത്തിലാണ്. അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. തുലാമാസത്തിലെ തിരുവോണം നാളിലാണ് ഭഗവാന് അവിടെ പുത്തിരി നിവേദ്യം നടക്കുന്നത്. അതായത് പുത്തിരി സദ്യയായിട്ട് തന്നെയാണ് അത് നടക്കാറുള്ളത്. ഇതിന് അദ്ദേഹം കുടൽമാണിക്യത്തപ്പൻ പുത്തിരി നിവേദ്യമുണ്ട് വയറ് വേദനിക്കുകയും അതിന് പരിഹാരമായിട്ട് അഷ്ടവൈദ്യരിൽ പ്രധാനിയായിട്ടുള്ള കുട്ടഞ്ചേരി മൂസ് മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത് അത് പിറ്റേ ദിവസം നിവേദിക്കുന്നതാണ് ഈ മുക്കുടി നിവേദ്യത്തിൻ്റെ ഐതിഹ്യം. നമ്മുടെ ഐതിഹ്യമാലയിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ഇങ്ങനെയാണ്. അതിന് കാലമനുസരിച്ച് ദേശമനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്തുതന്നെയായാലും അഷ്ടവൈദ്യ പരമ്പരയിലെ ഗുരുക്കന്മാർ എന്നറിയപ്പെടുന്ന കുട്ടഞ്ചേരി മൂസ്, അതായത് മറ്റുള്ള വൈദ്യകുടുംബങ്ങളിലെ എല്ലാ വൈദ്യന്മാരും ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നത് കുട്ടഞ്ചേരി മൂസിനെയായിരുന്നു. അപ്പോൾ അവിടെയുള്ള പഴയ ഒരു കാരണവർ ചികിത്സയ്ക്കായി കുമരനെല്ലൂർ ദേശത്ത് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയും രാത്രി ഒരു സ്ഥലത്ത് തങ്ങേണ്ടി വരികയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം രാത്രി തന്നെ യാത്ര ആരംഭിച്ചു. കാരണം വൈദ്യവൃത്തി അത്ര അത്യാവശ്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം രാത്രി തന്നെ യാത്ര ആരംഭിക്കുകയും
അങ്ങനെ പാടത്ത് ഒരാൾ വയറ് അമർത്തി പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയും, അപ്പോൾ താങ്കളൊരു വൈദ്യനാണല്ലോ, അപ്പോൾ ഒന്ന് ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും ആ സമയം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ പോയി. പിന്നീട് ആ വയറ് വേദനിച്ച് കുനിഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞു, എന്നാൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ, ഇതിനുള്ള മരുന്ന് എന്താണെങ്കിൽ അത് നിർദ്ദേശിച്ച് കൂടൽമാണിക്യ ഭഗവാന് സമർപ്പിക്കുകയും അത് അവിടെയുള്ള ശാന്തിക്കാരെ കൊണ്ട് നിവേദിപ്പിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആദ്യം ഇത് മനസ്സിലായി, കുട്ടഞ്ചേരി മൂസിന് ആദ്യം ഇത് ആരാണെന്ന് മനസ്സിലായില്ല എങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മറ്റാരുമല്ല കൂടൽമാണിക്യത്തപ്പൻ തന്നെയാണെന്നും അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ഈ വയറുവേദന ശമിക്കുന്നതിനുള്ള ഒരു മരുന്ന് നിർദ്ദേശിച്ച് അത് അവിടെയുള്ള ശാന്തിക്കാരെ കൊണ്ട്, അതായത് ബ്രാഹ്മണരെ കൊണ്ട് അത് മോരിൽ കലക്കി അത് തിളപ്പിച്ച് മുക്കുടി നിവേദ്യമായി നിവേദിപ്പിക്കുകയും ചെയ്തു. സകല ഉദരരോഗങ്ങൾക്കും ശമനം തരുന്ന ഈ മുക്കുടി നിവേദ്യം ഇന്ന് ഭക്തർക്ക് സുലഭമായിട്ട് ലഭിക്കും. ഇത് ഇന്നും മുടക്കം കൂടാതെ കുട്ടഞ്ചേരി മൂസിൻ്റെ താവഴിയായിട്ടുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ തലമുറയിലെ അനൂപാണ് ഇപ്പോൾ അത് ചെയ്തു വരുന്നത്. ഇത്രയും നാളുമായിട്ടും അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടഞ്ചേരി അഷ്ടവൈദ്യ കുടുംബത്തിലെ വൈദ്യനായ മൂസ് ചികിത്സിക്കാനായി തൃശ്ശൂരിലേക്ക് പോയി. കാൽനടയായി തൃശ്ശൂരിലെത്തിയ അദ്ദേഹം പാടത്ത് വരമ്പിൽ വയറുവേദനയെടുത്ത് പുളയുന്ന ഒരാളെ കണ്ടു. മൂസിനോട് അദ്ദേഹം മരുന്ന് ആവശ്യപ്പെട്ടു. മൂസ് മരുന്ന് ഉണ്ടാക്കി കൊടുത്തെങ്കിലും ആളാരാണെന്ന് മൂസിന് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അത് സാക്ഷാൽ കൂടൽമാണിക്യത്തപ്പനാണെന്ന് മനസ്സിലായത്. നെൽപുത്തിരി കഴിച്ച ഭഗവാന് വയറുവേദന അനുഭവപ്പെട്ടതായും കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിലെ വൈദ്യർ മരുന്ന് നൽകി ഉദരരോഗം ശമിപ്പിച്ചതുമായാണ് ഐതിഹ്യം. ഈ ആചാരത്തിന് മുടക്കം വരാതെ പരിപാലിച്ചു വരികയാണ് കുമരനെല്ലൂരിലെ കുട്ടഞ്ചേരി മൂസ് കുടുംബം. ഭഗവാനെ മുക്കിടി നിവേദിച്ച ശേഷം ഭക്തർക്ക് മുക്കിടി നിവേദ്യം വിതരണം ചെയ്യുന്നതും പതിവാണ്. ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ തൃപ്പുത്തരി സദ്യ നടന്നത്. കടുപ്പശ്ശേരി ഉണ്ണിസ്വാമിയുടെ നേതൃത്വത്തിലാണ് തൃപ്പുത്തരി സദ്യ ഒരുക്കിയത്. ക്ഷേത്രം തന്ത്രി നഗരമണ്ണില്ലത്ത് ത്രിവിക്രമൻ നമ്പൂതിരി മുക്കിടി നിവേദ്യം ഭഗവാന് സമർപ്പിച്ചു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. എങ്കക്കാട് മാരാത്തിക്കുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച ഇനിയും ഈ ദുരന്തം എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഏങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച ഇനിയും സഹിക്കണോ ഈ ദുരന്തം എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കുന്നതുവരെ ആക്ഷൻ കൗൺസിൽ സജീവമാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതൻ അഭിപ്രായപ്പെട്ടു. ഞാൻ പറയാതെ തന്നെ ഈ പാലത്തിന്റെ ആവശ്യം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാര് ഒരു ഫ്രാക്ഷനാണ്, ഒരു പെർസെൻറ്റേജേ ഉള്ളൂ. ആക്ച്വലി അക്കരെ താമസിക്കുന്ന ഇനി ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്, രോഗികളുണ്ട്, വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പരിപാടിക്ക് വരാൻ തന്നെ ഞാൻ കറങ്ങി വന്നു എന്നുവെച്ചാൽ ഇതുവഴി വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ പരിപാടിക്ക് ഈ സമയത്തിന് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. സോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പാലം വരുന്ന കാര്യത്തിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കിത് ആവശ്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ പാലം വരുന്നവരെ, ഇതിൻ്റെ പൂർത്തിയാവുന്നവരെ ആക്ഷൻ കൗൺസിൽ അവർ സക്സസ്ഫുള്ളായിട്ട് ഈ കാര്യം തീർക്കട്ടെ എന്ന് ഞാൻ
വിഷ് ചെയ്യുന്നു. സോ ഈ പാലം വരാനായിട്ട് നമ്മളെല്ലാവരും തന്നെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ആക്ഷൻ കൗൺസിലർ കൺവീനർ PG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ കൗൺസിലർമാരായ K അജിത് കുമാർ, സന്ധ്യ കൊടക്കാടത്ത്, കവിത കൃഷ്ണനുണ്ണി, PN ഗോകുലൻ, MR സോമനാരായണൻ, V സുരേഷ് കുമാർ, AS ഹംസ, VP മധു, PK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ചേലക്കരയിൽ AK ബാലന് മത്സരിക്കാൻ വേണ്ടിയാണ് K രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചതെന്ന് PV അൻവർ. ചേലക്കരയിൽ AK ബാലന് മത്സരിക്കാൻ വേണ്ടിയാണ് K രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചതെന്ന PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ LDFന് വലിയ ഷോക്കായി. അനാവശ്യമായ തിരഞ്ഞെടുപ്പാണ് ചേലക്കരയിലെന്നാണ് PV അൻവർ പറയുന്നത്. AK ബാലനെ ചേലക്കരയിൽ മത്സരിക്കാനായിരുന്നു K രാധാകൃഷ്ണൻ MP ആക്കിയത്. രാധാകൃഷ്ണന്റെ വിജയത്തിനു വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആളായിരുന്നു AK ബാലൻ എന്നാണ് PV അൻവർ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഒടുവിൽ നറുക്ക് വീണതാകട്ടെ UR പ്രദീപിനാണ്. PV അൻവറിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ LDFന് വലിയ തലവേദനയായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും LDFനെ പരാജയപ്പെടുത്തുക എന്നതാണ് PV അൻവറിന്റെ ലക്ഷ്യം. NK സുധീറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി CPMന്റെ വോട്ടുകൾ പരമാവധി പിടിച്ചെടുക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ ചോർത്തിയെടുക്കുകയാണ് പ്രധാന തന്ത്രം. അടുത്തിടെ LDFന്റെ മുഖ്യ ശത്രുവായ PV അൻവറിന് കിട്ടിയ അവസരം പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ്. ചേലക്കരയിൽ 1000 വീടുകളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങളും PV അൻവർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. PV അൻവറിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ 18 അടവും പയറ്റുകയാണ് ചേലക്കരയിൽ. ഇതിനിടെ NK സുധീർ പിടിക്കുന്ന വോട്ടുകൾ UDFന് ദോഷം ചെയ്യുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചുള്ള PV അൻവറിന്റെ നിലപാട് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം. പാലക്കാട് കള്ളപ്പണാരോപണം വീണ്ടും സജീവമാക്കി CPM. ശക്തമായ അന്വേഷണം വേണമെന്ന് MV ഗോവിന്ദൻ. പാലക്കാട് കള്ളപ്പണ ആരോപണം വീണ്ടും സജീവമാക്കി CPM. ശക്തമായ അന്വേഷണം വേണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ബോംബുകൾ ഇനിയും പൊട്ടുമെന്നും ദിവ്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കള്ളപ്പണ പരാതിയിൽ ശക്തമായ അന്വേഷണം വേണം. കേസ് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട. കോൺഗ്രസും BJPയും കള്ളപ്പണം ഉപയോഗിക്കുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് ഇനിയും ബോംബുകൾ പൊട്ടും. പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ദിവ്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് കരുതേണ്ടെന്നും P സരിന് ജയം ഉറപ്പാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുനമ്പം വിഷയം. കത്തോലിക്ക കോൺഗ്രസ് മച്ചാട് ഇടവക കമ്മിറ്റി നടത്തിയ മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. മുനമ്പം വിഷയത്തിൽ സർക്കാർ അലംഭാവം ഒഴിവാക്കണമെന്നും പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തണമെന്നും നിയമാനുസൃതമായി 610 കുടുംബങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉപേക്ഷിക്കാനും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും വഖഫ് ബോർഡിന് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് മച്ചാട് ഇടവക കമ്മിറ്റി നടത്തിയ മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് ആവശ്യപ്പെട്ടു. ഇടവ വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PP ഡേവിസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത ട്രഷറർ റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ ടോമി ആൻഡോ, MD സണ്ണി, AT ചാൾസ്, CP ജോൺസൺ, CO യോഹന്നാൻ, CK ആന്റണി, വിൻസെന്റ് തോമസ്, VP സാൻജോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരിടവേള. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു വന്ന വഴികൾ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിലൂടെയാകാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ ഉള്ളിടത്തിലേക്ക് എത്തിയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പൂർവികർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചവരാകാം. സ്വയം ജീവിതം കരുപ്പിടിപ്പിച്ചവരാകാം. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തവർ മനസ്സ് തുറക്കുന്ന പിന്നിട്ട വഴികൾ ഇനി മുതൽ സ്ത്രീപുരുഷഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പിന്നിട്ട വഴികൾ തുറന്നു പറയാം. ഞങ്ങളുടെ ക്യാമറകൾ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാർത്തകൾ തുടരുന്നു. മണ്ഡല മകരവിളക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശന സമയം 1 മണിക്കൂർ നീട്ടും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം വൃശ്ചികം 1-ാം തീയതിയായ നവംബർ 16, 2024 മുതൽ ജനുവരി 19, 2025 വരെ ഗുരുവായൂർ ക്ഷേത്ര ദർശന സമയം കഴിഞ്ഞ തവണത്തെ പോലെ 1 മണിക്കൂർ കൂടി നീട്ടും. ഉച്ചതിരിഞ്ഞ് ക്ഷേത്ര നട 3:30 തുറക്കും. നിലവിൽ 4:30 നട തുറക്കുന്നത്.
ഇതോടെ 1 മണിക്കൂർ അധിക സമയം ഭക്തർക്ക് ദർശനത്തിന് ലഭിക്കും. കൂടുതൽ ഭക്തർക്ക് ദർശനം സാധ്യമാക്കുന്നതിനാണ് ഇന്നു ചേർന്ന ദേവസ്വം ഭരണസമിതിയുടെ യോഗത്തിലെ ഈ തീരുമാനം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായ യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ ശ്രീ KP വിശ്വനാഥൻ, ശ്രീ VG രവീന്ദ്രൻ, ശ്രീ C മനോജ്, ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, ശ്രീ മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ ശ്രീ KP വിനയൻ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. പ്രശസ്ത ഇലത്താള പ്രമാണി പാഞ്ഞാൽ വേലിക്കുട്ടിയുടെ വീരശൃംഖല സമർപ്പണത്തിനോടനുബന്ധിച്ച് നോട്ടീസ് പ്രകാശനം നടത്തി. പ്രശസ്ത ഇലത്താള പ്രമാണി പാഞ്ഞാൾ വേലിക്കുട്ടിയുടെ വീരശൃംഖല സമർപ്പണത്തിനോടനുബന്ധിച്ച് നോട്ടീസ് പ്രകാശനം നടത്തി. പാഞ്ഞാൽ ലക്ഷ്മിനാരായണ ക്ഷേത്രാങ്കണത്തിൽ നടന്ന യോഗത്തിൽ മാത്തൂർ അളർക്കൻ നമ്പൂതിരിയും കുഞ്ചു വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം കമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാറിന് കൈമാറിക്കൊണ്ട് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. യോഗത്തിന് നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കാലടി കൃഷ്ണയ്യർ, കൊടകര രമേശ്, കണ്ണൻ ഏങ്കക്കാട്, മധു അമ്പലപുരം, മച്ചാട് മണികണ്ഠൻ, വരവൂർ ഹരിദാസ്, തോന്നൂർക്കര ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 8 ആറ്റൂർ തുളസി മണ്ഡപത്തിൽ അരങ്ങേറുന്ന ഘനപദം പരിപാടിയിൽ വെച്ചാണ് സമർപ്പിക്കുന്നത്. നടൻ ദില്ലി ഗണേഷ് അന്തരിച്ചു. നടൻ ദില്ലി ഗണേഷ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ചെന്നൈയിലെ രാമപുരം സെന്തിമേൽ നഗറിലെ വസതിയിൽ ശനിയാഴ്ച രാത്രി 11:30 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൊച്ചി രാജാവ്, കാലാപാനി, പോക്കിരി രാജ, മനോഹരം തുടങ്ങിയ മലയാള സിനിമകളിൽ അദ്ദേഹം മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു. തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചു. അവ്വേ ഷൺമുഖി, നായകൻ, സത്യ, മൈക്കൽ മദന കാമരാജൻ, സാമി, അയൻ തുടങ്ങി നിരവധി തമിഴ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. സ്വഭാവ നടനായും വില്ലൻ വേഷങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര പിടിക്കുമെന്നത് UDFന്റെ അതിമോഹമാണെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMനെ കുഴിച്ചുമൂടുമെന്ന് VD സതീശൻ. ചിറ്റൂരിലെ കോൺഗ്രസ് നേതാവിനെ സ്പിരിറ്റുമായി പിടിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ MV രാജേഷ്. പതിവ് തെറ്റിക്കാതെ മുക്കുടി നിവേദ്യവുമായി കുമരനെല്ലൂരിലെ കുട്ടഞ്ചേരി മൂസ് കുടുംബം ഭരതഭഗവാന് മുന്നിൽ. എങ്കക്കാട് മാരാത്തിക്കുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇനിയും ഈ ദുരന്തം എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ചേലക്കരയിൽ AK ബാലന് മത്സരിക്കാൻ വേണ്ടിയാണ് K രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചതെന്ന് PV അൻവർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.